അല്ല എന്താ ഇത്? ചായ. അല്ല അത് ചായ അല്ല അതെന്താ കയ്യിൽ? ഇതൊന്നും പറയണ്ട, ഏട്ടന്റെ പണിയാ. എന്റെ പണിയോ? പിന്നല്ലാതെ. അങ്ങനെ ഏട്ടൻ ഒരേ നിർബന്ധം ഇടിച്ചക്ക തോരൻ കൂട്ടിയേ ചോറിനുള്ളൂന്ന്. ഇടിച്ചക്ക വെട്ടിയതായി കാണുന്നേ. അത് കയ്യിലോട്ടാ ഞാൻ പറഞ്ഞോ. ഏട്ടാ എന്നാലും സത്യശീലിന് ഇടിച്ചക്ക തിന്നാൻ തോന്നിയ സമയം ചേച്ചി എന്താ പറയണു? ആ ചേച്ചി ഈടായിട്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല. അയ്യോ എന്തൊരു ചേച്ചി ഇപ്പൊ മുണ്ടാട്ടം ഇല്ല, പല്ല് വേദന. ഓ ഇനി എന്നാണാവോ ഇവിടെ പല്ലുവേദന വരിക? ഇത് പോരല്ലേ? കാണാനൊരു കലയുണ്ട് കേട്ടോ. അത് കലയുണ്ടെന്ന്. ആ തമിഴിന് ഇവിടെ വരാനുള്ള വഴിയൊക്കെ അറിയാവോ? വഴിയല്ല ഞാൻ മാനേജരോട് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ മിക്കവാറും 2 തമിഴന്മാരും കൂടെ ഇവിടെ എല്ലാം ചുറ്റി തിരിയുന്നു. മാനേജർ തമിഴിലല്ലാന്ന് മലയാളിയാണ്. ആ അപ്പൊ ആ തമിഴിനെ ഒരു കര പറ്റിക്കും. മലയാളിയല്ലേ? ആ അതാ വന്നല്ലോ. അതാരോ ഒരു പെണ്ണ്. അത് മാനേജറായിരിക്കും. മാനേജർ ആയിരിക്കും. വരണം വരണം വരണം. മണ്ടോതിരി അമ്മ അല്ലേ? ഓ മണ്ടോദരി. എന്റെ ഭാര്യയാണ് ശ്യാമള. കേരളാവില് ഫസ്റ്റ് ടൈമാണ്, അതിന്റെ ഒരു വല്ലാത്ത ടെൻഷൻ ഉണ്ടാവും. ഒന്നുമില്ല, കേരളം ഭയങ്കര നാടാ, ഒരു പ്രശ്നമില്ല. ഇല്ല, എനിക്ക് നല്ലോണം മലയാളം അറിയണ അവൾക്ക് അറിയാം. അവൾക്ക് പ്രോബ്ലം ഇല്ല എന്റെ കൂടെ. അല്ല ഇങ്ങനെ പുറത്ത് നിന്ന് വിശേഷങ്ങൾ പറഞ്ഞു തീർക്കണ്ട, അകത്തിരുന്ന് ബാക്കി വിശേഷങ്ങൾ. ഇതാര്? ഇത് ഞാൻ പറയാൻ വിട്ടു. ഇത് കേരളത്തിലൊരു വലിയ പച്ചക്കറി ബിസിനസ്സുകാരനാണ്. പേര് മന്മഥൻ. മന്മഥൻ ഈ പറഞ്ഞ പോലെ അത്ര വലിയതല്ല, ഒരു ചെറിയ ബിസിനസ്. ശരി ശരി, ചെറിയതൊന്നുമല്ല വലിയതല്ലേ. ഇരിക്കട്ടോ ഇരിക്കട്ടോ. ആളുകളെല്ലാം നമുക്ക് വേണോ? അതെ അതെ. അത് അണ്ണാ ഈ വില കൊഞ്ചം കമ്മിയായിരുന്നാ ഒരു 4-5 ലോഡ് ഇയാളെടുക്കും. என்ன சத்தியசீல இந்த மாதிரி எல்லாம் பேசுறேன். இந்த விலை எல்லாம் ரொம்ப ஜாஸ்தி. நான் அந்த குறைச்சிருக்கேன். பின்ன என்ன? എന്നാൽ എന്തെങ്കിലും ഒന്ന് കുറച്ച് இல்ல 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 சத்தியசீல அந்த மாதிரி ஒன்றும் இன்னும் சொல்லக்கூடாது. நான் சொல்லியில்ல, இந்த கேரளாவில் சத்தியசீலன்னு இந்த மாதிரி ரொம்ப ஜாஸ்தி கம்மி பண்ணிருக்கேன். എന്ന് പറഞ്ഞ എങ്ങനെയാണ് അണ്ണാച്ചി? അണ്ണാച്ചില്ല കൂപ്പിടുறேன். ഇതൊക്കെ ആൾക്കാർ വാങ്ങണ്ടേ സത്യശീല? അത് എന്താ വേറൊരു പ്രശ്നം അറിയോ? ഇപ്പൊ കേരളത്തിലുള്ള എല്ലാ വീടുകളിലും അവർക്ക് വേണ്ട പച്ചക്കറി അവരെന്നെ ഉണ്ടാക്കണേ. അത് വെണ്ട, തക്കാളി, പച്ചമുളക് ഇതൊക്കെ അവരെന്നെ കൃഷി ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങനെ കഴിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ പച്ചക്കറിക്ക് നമുക്കൊരു ഡിമാൻഡ് കുറവ്. മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി മുഴുവനും വിഷമാണ്, അത് ക്യാൻസർ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് മൊബൈലിൽ വരെ വരുന്നുണ്ടേ. ഇതെല്ലാം കാലങ്ങളായി இந்த மாதிரிയൊക്കെ ഇതൊന്നും അതിലൊന്നും നമ്മുടെ കൗണ്ടർ വീഴില്ല. അണ്ണാച്ചി നിങ്ങൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമെങ്കിൽ ഞാൻ 2-3 ലോഡ്. இது என்ன, இந்த கம்மி பண்ணக்கூடாது. இந்த பிசினஸ் இல்லாம ரைட்டா பிசினஸ் இந்த மேக்ஸிமம் கம்மி பண்ணி உங்களுக்கு நான் தர்றேன். അണ്ണാ നമ്മൾ തമ്മിൽ മുമ്പ് ഒരു കരാറുണ്ടെന്ന് വെച്ചിട്ട് നഷ്ടം സഹിക്കാൻ എനിക്ക് പറ്റുമോ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ ആ പൈസ തന്നത്. சரி சத்யசீலா, ഇതിനെല്ലാം ഒരു റൈറ്റ് വേ ഇருக்கு, എന്താ சொல்லு. സത്യത്തിൽ സാറേ, ഇപ്പൊ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിക്കെതിരെ ഒരു കുപ്രചരണം വന്നതല്ലേ ഇപ്പൊ ഈ പ്രശ്നത്തിനൊക്കെ കാരണം? അതാണ് പ്രശ്നം. അതിനൊരു പരിഹാരം കണ്ടിട്ടാണ് നമ്മുടെ കൗണ്ടറായി അവിടെ വന്നിട്ടുള്ളത്. നമ്മൾ 2 കൂട്ടരും സഹകരിച്ച് മുന്നിലേക്ക് പോയാൽ അത് ഭംഗിയായിട്ട് നടക്കും. അതെന്താ അത്? സൂര്യ அந்த ബോട്ടിലിട്. ബോട്ടിൽ വേണ്ട. ബോട്ടിലൊന്നും ഇവിടെ പറ്റില്ല. ഇല്ല ഇത് സത്യശീല മണ്ടു അറിഞ്ഞ പ്രശ്നമാണ്. കുഴപ്പമില്ലെന്നേ, ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ അടിച്ചിട്ടാകുമ്പോൾ ചർച്ചയ്ക്ക് ഒരു ബലം ഉണ്ടാവും. ചുമ്മാ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ബോട്ടിൽ നമുക്ക് പുറത്ത് നമുക്ക് പുറത്ത് ഇല്ല, ഇത് ചെറിയ ബോട്ടില്. പുറത്ത് വാ. என்ன ബോട്ടില് അടിക്കാം. இல்ல 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 அத எடுத்து இதுதானே நீங்க நினைக்கும் போது இது அந்த சரக்கல்ல அண்ணா கேரளத்துல பாட்டில் എന്ന് പറഞ്ഞാ മറ്റേതാ. சரி தெரியும். இது அந்த மாதிரி பாட்டில் இல்ல, இது ஒரு லிக்விட். 4 சொட்டு அது 1 ലിറ്റർ വാട്ടറിൽ കലക്കുമ്പോൾ അതായത് ഇത് ഒരു 4 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. എന്നിട്ട് നമ്മുടെ പച്ചക്കറി അതിൽ കഴുകിയെടുത്താൽ
അത് വിഷമൊക്കെ പോകും. അല്ല പോയിസൺ എല്ലാം പോടും. അപ്പൊ എത്ര വിഷം അടിച്ച പച്ചക്കറി ആയാലും കുഴപ്പമില്ല, ഇതിട്ടിട്ട് കഴിയാ മതി. ഏത് പോയിസണും പോടും. ഇതുപോലെ സത്യമാണോ അണ്ണാച്ചി ഇത്? സത്യമാണോ ചോദിക്കുന്നത് നീ? ആ ബിസിനസിന്റെ തല പോയ പോക്ക് നോക്ക് നീ. അതെ, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിൽ കൊടുത്തായിരുന്നു. ഇത് കേരളത്തിലാണ് ഇത് ബിസിനസ് പണ്ട്. അതെ, ഈ കേരളത്തിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് തരാൻ പറ, ഞാൻ മൊത്തത്തിൽ എടുത്തോളാം. എനിക്ക് നടക്കില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ നടക്കും. അങ്ങനെ പറ്റും? അങ്ങനെ പറ്റൂ. ഒറ്റയ്ക്ക് കൊടുക്കണം ഡിസ്ട്രിബ്യൂഷനെ. இல்ல കേരളത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് பண்ணான்னா അത് സത്യശീലം വഴി. എന്നാലും അണ്ണാച്ചി ആളൊരു പുലിയാ. உங்களோட பேர் என்ன? മന്മഥൻ. നമ്മുടെ இந்த அண்ணாச்சிக்கு என்னாச்சு என்ன கூப்பிடாது. ஓகே, ഈ അണ്ണാച്ചി എന്ന് പറയുന്നത് മോശം വാക്കുമല്ലോ ആണോ? അയ്യോ, അത് മോശമാക്കുന്നല്ല. പക്ഷെ ഇങ്ങനെ പെരിയവരെ കൗണ്ടർ എന്നൊക്കെ വിളിക്കുന്നതാണ് ഇഷ്ടം. എന്താ അറിയോ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി വാങ്ങണവരൊക്കെ ഇത് മേടിക്കും. അപ്പൊ കേരളത്തിൽ ഇതിനെ പറ്റി ഒരു പേര് നമുക്ക് വേണം. കറക്റ്റ്. ഈ സാധനം കണ്ടുപിടിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. ഈ ആൾക്കാർ പേര് കിട്ടാത്തത്. ഇല്ല അതല്ല, തമിഴ്നാട്ടിൽ നമുക്ക് പല പേരും കിട്ടും. വേണമെങ്കിൽ അങ്കാളമ്മൻ ലായനി എന്നൊക്കെ ഇടാം. അത് ഇവിടെ പറ്റുമോ? അത് ഇവിടെ പറ്റില്ല. കേരളത്തിൽ പറ്റില്ല. കേരളത്തിലേക്ക് പറ്റിയ ഒരു പേരുണ്ട്. ശരി சொல்லு. പറയട്ടെ ഞാന്. ഓ, ശ്രീ ഭാർഗവം പിള്ള കീടനാശിനി. അതാര്? അത് എന്റെ അച്ഛനാണ്. പറ്റിയ പേര്. അച്ഛന്റെ പേര് കീടനാശിനി. ഇത് കീടനാശിനി അല്ല, കീടം കളയണ നാശിനിയാണ്. സത്യശീല, ആ പേരൊന്നും ശരിയാകത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു മോഡേൺ പേര്, ഇപ്പോഴത്തെ ഒരു ജനറേഷന് പറ്റിയൊരു പേര്. ഞാനൊരു പേര് പറയാം, പാലാഴി. സർ, നല്ല പേരത്. പാലാഴി. പാലാഴി ശരി, പാലാഴി ഐതിഹ്യത്തില്ല. ഈ പേര് എങ്ങനെയുണ്ട് അണ്ണ? നല്ല പേര്. കൊള്ളാം. ഇത് കേരളാവിലെ നല്ല പേര്. അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു സീരിയൽ നടി ഉണ്ടല്ലോ, സീരിയൽ നടിയെ വെച്ചിട്ട് അവൾ ഇത് കഴുകിക്കൊണ്ടിരിക്കുമ്പോ പാലാഴി കടഞ്ഞെടുത്തൊരഴകാണ്. അത് ബിസിനസിന് വേണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണം. അതായത് അപ്പൊ ഇതിന്റെ പേര് നമ്മൾ പാലാഴി പച്ചക്കറി ശുദ്ധീകരണ ലായനി. എന്നാലും എന്റെ മന്മഥ, നമ്മുടെ പാലാഴി ഇത്രത്തോളം ക്ലച്ച് പിടിക്കുന്നത് ഞാൻ സ്വപ്നത്തെ പോലും കരുതിയില്ല കേട്ടാ. അതെ, അത് പിന്നെ ഈ പാലാഴി എന്നുള്ള പേര് നിശ്ചയിച്ച ആളാരാ? ഓ, തന്നെ സമ്മതിച്ചു. പിന്നെ മാത്രമല്ല, ഇതിന്റെ പരസ്യത്തിലോ സീരിയലിലോ പെങ്കൊച്ചുണ്ടല്ലോ, ഗംഭീരമായിട്ടല്ലേ അഭിനയിച്ചിരിക്കുന്നത്. ആ പരസ്യം വന്നതിന് ശേഷം നമുക്ക് നല്ല മാർക്കറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ സത്യശീല, നമുക്ക് ഇതിന്റെ പരസ്യം ഒന്നുകൂടെ മാറ്റി ഷൂട്ട് ചെയ്താലോ? വേണ്ട, അത് അതേപോലെ പോട്ടെ. നമുക്ക് ഒരു പരസ്യം കൂടെ കൊടുക്കാം. അതിന് പറ്റിയ ഒരാളുണ്ട്. അതാര്? പിന്നെന്താ? എനിക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ. ഇതിൽ അഭിനയിക്കാനൊന്നും ഇല്ലല്ലോ. അവര് പറയും, അതുപോലെ നമ്മളങ്ങ് ചെയ്താ പോരെ. പിന്നെ എനിക്ക് പേടിയാവും, ഞാനൊന്നും ഇല്ലട്ടോ. പിന്നെ സിനിമയിലേക്ക് കിടക്കാം. സിനിമയിലാ? പിന്നെന്താ? എന്തൊക്കെയാ പറയണേ? അല്ലേ, രണ്ടാളും കൂടി ഇത് പൂട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ ആൾക്കാരെന്തായാലും പച്ചക്കറിയേക്കാളും കൂടുതൽ നമ്മളെ പാലാഴി ചോദിച്ചാ വരുന്നേ. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, നമ്മുടെ നാട്ടുകാരൊക്കെ ഇപ്പൊ പാലാഴി തേച്ചാണോ കുളിക്കുന്നതെന്ന്. കറക്റ്റാ. അത് പച്ചക്കറി കഴിക്കുന്ന ആളുകളൊക്കെ നന്നായി തുടുത്തു വരുന്നുണ്ട്. സത്യം, നമ്മുടെ നാട്ടുകാരൊക്കെ ഇപ്പൊ തുടുത്ത് സുന്ദരന്മാരായിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ കടയുടെ മുമ്പിൽ ബിവറേജിൽ ക്യൂ നിൽക്കുന്നതിനേക്കാൾ ക്യൂ ആണ് ഈ സാധനം വാങ്ങിക്കുമ്പോൾ. നമ്മുടെ ഇതിന്റെ അണ്ണാച്ചിയുടെ പേരെന്തോ? ശീതളം. അയാളെ വിളിച്ചിട്ട് കുറച്ച് ഓർഡർ കൂടുതൽ എടുക്കണം. നമുക്ക് കർണാടകയിൽ കൂടി ഇതങ്ങോട്ട് തുടങ്ങിയാലോ? അവിടെ വേണ്ട, അവിടെ തുടങ്ങി അടി കിട്ടും. ഹലോ, പറയൂ. ഓർഡറാ. സത്യ, ഹലോ സത്യ, മണ്ണിച്ചിരി വെള്ളം എടുക്ക്. സത്യ, അത് കട്ടായി. സത്യ, മറിമായം